പാഠം 1016 ചില സദാചാര ചിന്തകൾ. ഹലോ, അതെ, ഉണ്ട്, കൊടുക്കാം. ഭാമേ, ആരാ വന്നിട്ട്? ചോദിച്ചില്ല. ഹലോ, അതെ, സത്യഭാമയാണ്. ആ, കുമാരൻ ചേട്ടാ, എന്തായി കാര്യങ്ങള്? ആ, പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. ശരി, ഞാൻ സിയ മത്തായി സാറുമായിട്ട് സംസാരിച്ചോളാം. ഓ, ആയിക്കോട്ടെ. ഏത് കുമാരൻ ചേട്ടനായിരുന്നു? തെക്കേപ്പാട്ട കുമാരൻ ചേട്ടനെ. കള്ളു കുടിച്ച് ബോധമില്ല നടക്കുന്ന അയാളോ? അയാളെ എന്നെ വിളിക്കുന്നേ? കഴിഞ്ഞ ദിവസം കുമാരൻ ചേട്ടനും പീലിപ്പോസേട്ടനുമായിട്ട് കവലെ വെച്ചൊരു വഴക്കുണ്ടായി. കുമാരൻ ചേട്ടൻ കുറച്ച് മദ്യപിച്ചു എന്നുള്ളത് നേര് തന്നെയാണ്. കണ്ടു നിന്നവർ ഇടപെട്ട് വഴക്കൊക്കെ തീർത്തു വിട്ടതാണപ്പോ. പക്ഷേ പിറ്റേ ദിവസം രാവിലെ പീലിപ്പോസേട്ടൻ എസ് ഐ വിക്രമ സാറിനെ വിളിച്ച് പരാതി പറഞ്ഞു. ഈ പീലിപ്പോസേട്ടനുമായിട്ട് എസ് ഐ വലിയ അടുപ്പത്തിലാണേ. പരാതി കേട്ടപാട് കുമാരൻ ചേട്ടനെ അന്വേഷിച്ച് എസ് ഐ 2 പോലീസുകാരെ അങ്ങ് പറഞ്ഞു വിട്ടു. അവര് കുമാരൻ ചേട്ടനെ വീട്ടിൽ പോയിട്ട് അത്യാവശ്യമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ചെല്ലാൻ പറഞ്ഞു. കുമാരൻ ചേട്ടൻ അപ്പൊ തന്നെ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു. ഞാൻ സി എ മത്തായി സാറിനെ വിളിക്കുന്നു, അതോടെ പ്രശ്നമല്ലപ്പോ തീർന്നു. കൊള്ളാം. വെള്ളമടിച്ച് വഴിയിലിരുന്ന് വഴക്കുണ്ടാക്കിയ ഒരാളെ നീ ആയിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. നല്ല അന്തസ്സുള്ള പരിപാടിയായി പോയി. ഈ കുമാരൻ ചേട്ടൻ അത്ര വലിയ കുഴപ്പക്കാരനൊന്നുമല്ല. പിന്നെ മനുഷ്യന്മാരല്ലേ, ഒരു തർക്കം ഉണ്ടാവുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. അതൊക്കെ ഇത്ര വലിയ കാര്യമാക്കാനുണ്ടോ? ഉണ്ട്, കാര്യമുണ്ട്. ഞാൻ വില്ലേജ് ഓഫീസിൽ നിന്ന് വരുന്ന വഴി ഈ കുമാരൻ ചേട്ടൻ എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി ചീത്ത വിളിച്ചാലും നീ അയാളുടെ ഒറ്റപ്പിടിക്കുമല്ലോ ഇങ്ങനെയാണെങ്കിൽ? എന്തിനാ മോഹനട്ട് വെറുതെ എഴുതാപ്പുറം വൈകുന്നേ? പറഞ്ഞു വരുമ്പോ ഈ പീലിപ്പോസേട്ടൻ അത്ര വലിയ മാന്യനൊന്നുമല്ല. ബ്ലേഡ് പലിശയ്ക്ക് കാശ് കൊടുക്കും. സമയത്ത് കാശ് തിരിച്ചു കിട്ടിയില്ലെങ്കിലോ കാശ് വാങ്ങിയവരുടെ വീട്ടിൽ ചെന്ന് ചീത്ത വിളിക്കും. അതന്തസ്സുള്ള പണിയായിരിക്കും. ഈ എന്റെ മോഹനേട്ടൻ അതിനെക്കാട്ടിലും ഭേദം എന്തായാലും ആ കുമാരൻ ചേട്ടൻ തന്നെയാ. പൈസയുടെ പേരുള്ള എന്തോ ഒരു തർക്കമായിരുന്നു. സാംസങ് വഷളായി. ആ സമയത്ത് കുമാരൻ ചേട്ടൻ മദ്യപിച്ചു എന്നുള്ളതാണ് പോലീസുകാരുടെ പ്രശ്നം. അത് ശരിയല്ലല്ലോ. കൊള്ളാം. അപ്പോ കുടിച്ച് ബോധമില്ലാതെ നടക്കുന്നവനെയും നീ ന്യായീകരിക്കും. നിന്റെ ഭർത്താവ് മദ്യപിക്കാത്തൊരു മാന്യനായത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഞാൻ കള്ളു കുടിച്ച് 4 കാല് നടക്കുന്ന ഒരാളായിരുന്നെങ്കിൽ കള്ളുകൂടിയുടെ ദൂഷ്യഫലങ്ങൾ നിനക്ക് മനസ്സിലായാണ്. വക്കീലേ, ഉത്തമന, അടുത്ത കേസായിരിക്കും. നാട്ടിൽ ഒരുപാട് കുടിയന്മാരുള്ളത് കൊണ്ട് നിനക്ക് കേസ് കിട്ടാൻ ഒരുപാട് ഉണ്ടാകും. നമസ്കാരമുണ്ട് വക്കീലേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? ബാഹുലേ ചേട്ടന്റെ പ്രശ്നങ്ങൾ ഞാൻ തന്നെ തീർത്തു തന്നതുകൊണ്ട് വക്കീലിന് സമാധാനമായല്ലോ. സത്യം പറയാലോ, ഈ നാട്ടിൽ വേറെ ആരുടെ പ്രശ്നമായിരുന്നാലും ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഇടപെടില്ലായിരുന്നു. വക്കീല് കെ മോഹനേരി സാറും എന്റെ കൺകണ്ട ദൈവങ്ങളാണല്ലോ. ഞാൻ ഇടപെടാതിരിക്കുന്നത് എങ്ങനെയാണ്? നല്ല രീതിയിലുള്ളൊരു സോപ്പ് ഉണ്ടല്ലോ. എന്താണ് പ്രശ്നം? അല്ല, അത് പിന്നെ നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. ഞാൻ ഇപ്പൊ സാർ എവിടെയാണ് എന്ന് വക്കീലിനോട് ചോദിക്കാൻ തുടങ്ങിയായിരുന്നു. ഉത്തമൻ വന്ന് എന്നെ കാണാനോ അതോ മോഹനേട്ടൻ കാണാനോ? വക്കീലിനെ കാണാനാണ് വന്നത്. പക്ഷെ മോഹനേരി സാറും കൂടെ അറിയേണ്ട ഒരു പ്രശ്നമാണ്. ഈ ഇലക്ട്രിസിറ്റി ബോർഡിലെ പൗലോ സാറിനെ വക്കീലിനെ അറിയാമല്ലോ. എനിക്കറിയാം. ഇവിടെ അറിയണമെന്നില്ല. കോടതിയും കേസുമായിട്ടൊക്കെ നടക്കുന്നവരാണല്ലോ വക്കീലന്മാർക്ക് ആകെ പരിചയം ഉണ്ടാകാറുള്ളത്. പറഞ്ഞു വരുമ്പോ പൗലോ സാർ വലിയൊരു മാന്യനായ ഒരാളെ പരിചയപ്പെടേണ്ട ഒരു കാര്യം ഒരു വക്കീലിന് വരുന്നില്ല. സാറേ, ഞാൻ വന്നതൊരു കേസുമായിട്ടാണ്. അയ്യോ, അതെങ്ങനെ ഉത്തമ? മാന്യന്മാർക്ക് കേസ് ഉണ്ടാവില്ലല്ലോ. മാന്യന്മാർക്ക് അല്ലേ? അല്ല, ഇതിപ്പം വലിയൊരു കേസായിട്ട് പറയാനൊന്നും ഇല്ല. ഒരു നിസ്സാര സംഭവം. പക്ഷേ വർക്ക്ഷോപ്പിലെ സതീശന്റെ എടുത്തേട്ടം കാരണേ സംഗതി കേസായെന്ന് പറഞ്ഞാൽ മതിയല്ല. ഉത്തമ കാര്യം എന്താന്ന് വെച്ചാ പറ. അതായത് പിന്നെ നമ്മുടെ ഈ പൗലോ സാറിന് ഒറ്റ മോനാണ് സണ്ണിക്കുട്ടി. ആളൊക്കെ നല്ല മിടുക്കന. ടൗണിലൊരു ചെറിയ ചെരിപ്പ് കട നടത്തുന്നു. പിന്നെ ചെറുപ്പക്കാരനല്ലേ.
അതിന്റെ ചില അല്ലറ ചില്ലറ കുസൃതികളൊക്കെ ഉണ്ട്. കള്ളുടിയായിരിക്കും. ഏയ് ഒരു തുള്ളി കള്ളു കുടിക്കൂല. അല്ലെങ്കിലും പൗലോസ് സാറിന്റെ മോന് കള്ളു കുടിക്കോ വക്കീല്? കള്ളു കുടിക്കില്ല എന്ന് പറഞ്ഞാ ഈ വക്കീലിന് ഇഷ്ടപ്പെടില്ല. ഈ വക്കീലിന് ഭൂലോക കുടിയന്മാരോടാണ് ഏറ്റവും വലിയ ബഹുമാനം. ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഒന്നും കേസ് എന്താന്ന് വെച്ചാ പറ. ഞാൻ പറഞ്ഞല്ലോ വക്കീലേ, വർക്ക്ഷോപ്പിലെ സതീശന്റെ കാര്യേ. സതീശന്റെ അനിയത്തി മീനാക്ഷിയെ ഇന്നലെ വഴിയിൽ വെച്ച് കണ്ടപ്പോ സണ്ണിക്കുട്ടി എന്തോ പറഞ്ഞു. ചെറുപ്പക്കാരല്ലേ, അതൊക്കെ ആരെങ്കിലും ഗവനിക്കുവോ? സംഭവം ഈ സതീശൻ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. സണ്ണിക്കുട്ടിയോട് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് പോലീസിന്റെ ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ് SI. നന്നായിട്ടുണ്ട്. പെൺപിള്ളേരെ ഉപദ്രവിക്കുന്നതിന്റെ വക്കാലത്ത് ഞാൻ അഡ്വക്കേറ്റ് സത്യഭാമ ഏക്കണം. നടന്നത് തന്നെ. അല്ലല്ല അത് വക്കീലേ, ഇത് ഇപ്പൊ പൗലോസ് സാറിന്റെ മോനാണല്ലോ. അതുകൊണ്ടെന്താ? ഉത്തമ, സ്ത്രീകളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാത്ത ഒരാളെ ഞാൻ സഹായിക്കേയില്ല. എന്റെ അറിവിൽ ലോകത്തിലെ ഏറ്റവും വലിയ അന്യായം സ്ത്രീകൾക്കെതിരെയുള്ള അക്രമമാണ്. ഏതെങ്കിലും ഒരു പെണ്ണിനെ എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാനോ തൊടാനോ പോയിട്ട് ഒന്ന് സൂക്ഷിച്ചു നോക്കാൻ പോലും നിയമമില്ല. ഈ കേസിൽ ഞാൻ സണ്ണിക്കുട്ടിയെ സഹായിക്കാനേ പോകുന്നില്ല. ആഹാ, ആദ്യം ആൺമക്കളെ മര്യാദയ്ക്ക് വളർത്താനേ പൗലോസാറിന്റെ അടുത്ത് പോയി പറ. സാറേ 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 ഇനിയിപ്പോ എന്തൊന്ന് ചെയ്യും? പൗലോസ് സാറാണെന്നുണ്ടെങ്കിൽ മോഹനയുടെ സാറിനെ പ്രതീക്ഷിച്ചാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഈ മോഹനയുടെ സാറും പൗലോസ് സാറും തമ്മിൽ വലിയ അടുപ്പത്തിലാണല്ലോ. സാറേ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ സംസാരിച്ചോ. പക്ഷെ ആ സണ്ണിക്കുട്ടി കാണിച്ച മഹാവൃത്തരായി പോയി. അല്ല സാറേ, ഈ ഇപ്പൊ പറയും പോലെ ഒന്നും അവൻ കാണിച്ചില്ല. എന്തോ 2 വാക്ക് പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്തായാലും നോക്കട്ടെ. ശരി. അല്ലെ ഒരു കാര്യം ചെയ്യും. അല്ലൊന്നുമില്ല. വക്കീല് സഹായിച്ച സണ്ണിക്കുട്ടിക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ അവ അഴിയെണ്ണും. ശരിക്കും സണ്ണിക്കുട്ടി എന്തെങ്കിലും വൃത്തികേട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിഞ്ഞൂടല്ലോ. ചിലപ്പോ ആ പെൺകുട്ടിയുടെ ആങ്ങളെ വെറുതെ കേസ് കൊടുത്താണെങ്കിലോ? എന്തോ നീ പറയുന്നത്? ഏതെങ്കിലും ഒരു പെങ്കൊച്ച് അങ്ങനെ ചുമ്മാ കൊണ്ട് കേസ് കൊടുക്കൂ? അല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പൗലോസ് സാർ ഒരു നല്ല മനുഷ്യനാ. അത്രയും നല്ലൊരു മനുഷ്യന്റെ മകൻ എങ്ങനെയാ ഇമാതിരി ഒരു വൃത്തി കാണിക്കുന്നത്? അച്ഛനും അമ്മയും നല്ലവരായതുകൊണ്ട് മക്കള് നന്നാവണമെന്നുണ്ടോ? അങ്ങനെ പോലീസിന് കേസ് അന്വേഷിക്കാൻ പറ്റുമോ? പക്ഷെ നീ സണ്ണിക്കുട്ടിയുടെ കാര്യം ഒന്ന് അന്വേഷിക്കുന്നതാണെന്നല്ലെന്നാണ് എന്റെ അഭിപ്രായം. കുറച്ചു മുന്നേ ആ പാവപ്പെട്ട കുമാരൻ ചേട്ടന്റെ ഒരു കാര്യം പറഞ്ഞപ്പോ മോഹനേട്ടൻ എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞത്? അയ്യാ, അങ്ങേര് കള്ളുകുടിയനാണ്. കള്ളുകുടിയന് വേണ്ടി ഞാൻ CA വിളിച്ചത് വലിയ തെറ്റായിപ്പോയി എന്നൊക്കെയല്ലേ. എന്നിട്ടിപ്പോ ഒരു സ്ത്രീയെ ഉപദ്രവിക്കാൻ പോയ ഒരാൾക്ക് വേണ്ടി വക്കാലത്തോട്ട് വന്നിരിക്കുന്നു. മോഹനേട്ടാ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട വർഗം എന്ന് പറയുന്നത് സ്ത്രീകളെ ബഹുമാനമില്ലാത്ത, സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ആണുങ്ങളാണ്. ഈ ലോകത്ത് വേറെ ആരോട് ഞാൻ ക്ഷമിച്ചാലും അത്രക്കാരോട് ക്ഷമിക്കുന്ന പ്രശ്നമേ ഉണ്ടാവില്ല. അല്ല, ഇതിപ്പോ സണ്ണിക്കുട്ടി ചെയ്തോ ഇല്ലെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ സണ്ണിക്കുട്ടി അത് ചെയ്തോ ഇല്ലയോ എന്നൊന്നും നോക്കേണ്ട കാര്യമേ ഇല്ല. ഒരു പെണ്ണ് എന്നോട് വന്നൊരു പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് കണ്ണുമുട്ടി വിശ്വസിക്കും, വേറെ ഒരു വഴിയില്ല. ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ പെണ്ണുങ്ങളെ വിശ്വസിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ തെറ്റ്. ഹലോ, അതെ ഉത്തമനാണ്. പ്രഭാരം ചേട്ടാ, ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. പഞ്ചായത്തിൽ നിന്ന് ഇന്നലെ തന്നെ പെർമിറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ചേട്ടൻ എപ്പോഴാ സമയമുള്ളതെന്ന് പറഞ്ഞാ ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. ഉച്ചയ്ക്കാ? ശരി ശരി ശരി, കൃത്യം 1 മണിക്ക് ഞാൻ എത്താം. ശരി 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 ശരി. ഇതാരീ വരുന്ന സുലേന ചേച്ചിയില്ലേ? എന്തേ ചെയ്തു വഴിയൊക്കെ? മോഹനകൃഷ്ണ സാറിന്റെ വീട് വരെ ഒന്ന് പോവാ.
എന്റെ പൊന്നു സുലോല ചേച്ചി ആഫീസ് കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ വീട്ടിലോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. സാറ് പറയും വില്ലേജ് കാര്യങ്ങൾക്ക് വില്ലേജ് വരണം, ഇത് ആഫീസറുടെ വീടാണ് എന്ന്. ആഫീസ് കാര്യത്തിന് അല്ലെങ്കിൽ പോവാലോ. ആഫീസ് കാര്യത്തിനല്ലേ, പിന്നെന്ത് കാര്യം? തൽക്കാലം അത് ഉത്തമനോട് പറയാൻ പറ്റില്ല. പക്ഷേ താമസിയാതെ ഉത്തമൻ കാര്യം അറിയും. പെണ്ണുങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് അറിയണല്ലോ. അതെന്താണ് അങ്ങനെ ഒരു കാര്യം? മോഹനേഷ സാറ് അതൊന്നും ആയിരിക്കില്ല. പിന്നെ എന്തായിരിക്കും? ഹലോ. സാറേ, ഞാനാണ് ഉത്തമൻ. എന്താ ഉത്തമ? സാറേ, സാറും നമ്മുടെ പുത്തമ്പരക്കലെ ചന്ദ്രന്റെ ഭാര്യ സുലോചനയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സുലോചന? എന്താ കാര്യം? ഞാനിപ്പോ വഴിയിൽ വെച്ച് സുലോചനെ കണ്ടു. സാറിനെ കാണാൻ വീട്ടിലോട്ട് വരികയാണെന്നും പറഞ്ഞു. എന്താണ് കാര്യമെന്ന് ഞാൻ ചോദിച്ചപ്പോ ഒരുമാതിരി ഒരു ഡയലോഗ്. കാര്യം ഇപ്പൊ പറയാൻ പറ്റൂല, പക്ഷെ വലിയ താമസം ഇല്ലാതെ ഉത്തമ കാര്യം അറിയും എന്ന്. ഈശ്വര, അപ്പൊ ഇന്നലെ സുലോചന എന്നെ കണ്ടു. ഹലോ സാറേ. എന്താ സാറേ? ഇന്നലെ പവിത്രന്റെ സ്ഥലങ്ങളൊക്കെ അറിയാൻ ഞാൻ വൈകിട്ട് പോയിരുന്നു. വില്ലേജ് ഓഫീസിൽ നിന്ന് പോകുമ്പോ ശങ്കരൻകുടി ചേട്ടന്റെ പറമ്പിന്റെ സൈഡിലെ ആ വെട്ടുവയിലൂടെ അങ്ങോട്ട് പോവുകയായിരുന്നു. ആ ഭാഗത്തൊന്നും ഒരൊറ്റ മനുഷ്യനുണ്ടായിരുന്നില്ല. ഞാൻ അതുവഴി പോകുമ്പോ ശങ്കരൻകുടി ചേട്ടന്റെ പറമ്പില് കുളത്തുനിന്നൊരു ശബ്ദം. ഞാൻ വിചാരിച്ചു ആരോ കുളത്തിൽ വീണാണെന്ന്. ഓടിച്ചു നോക്കുമ്പോ കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അബദ്ധം മനസ്സിലായത് ഞാൻ കണ്ടുമുട്ടി തിരിച്ചുപോയി. പക്ഷെ ഓടുന്ന ശബ്ദം കേട്ട് സുലോചന എന്നെ വിളിച്ചു ചോദിച്ചു. സുലോചന കരയിൽ വന്നപ്പോഴേക്കും ഞാൻ തിരിച്ചോടി വഴിയിലെത്തിയായിരുന്നു. വഴിയിലെത്തിയാ? പക്ഷേ അവിടെ എന്നെ കണ്ടിട്ടുണ്ടാവും. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ സുലോചന ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നെ കാണാൻ വഴിയില്ലല്ലോ. സാറേ, സംഗതി പ്രശ്നമാണ്. ആണോ? പെണ്ണുങ്ങൾക്ക് നാട്ടിൽ മനസമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നാണ് അവൾ എന്റെ അടുത്ത് പറഞ്ഞത്. ഉത്തമ, സുലോചന വേറെ ആരോടെങ്കിലും ഇത് പറഞ്ഞാ പിന്നെ? വേറെ ആരോട് പറയുന്നതിനേക്കാൾ പ്രശ്നമല്ലേ സാറേ വക്കീലിനോട് പറയുന്നത്? കുറച്ചു മുമ്പ് വക്കീൽ പറഞ്ഞതൊക്കെ സാറ് കേട്ടതാണല്ലോ. ഉത്തമ, സ്ത്രീകളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാത്ത ഒരാളെ ഞാൻ സഹായിക്കേയില്ല. എന്റെ അറിവിൽ ലോകത്തിലെ ഏറ്റവും വലിയ അന്യായം സ്ത്രീകൾക്കെതിരെയുള്ള അക്രമമാണ്. ഏതെങ്കിലും ഒരു പെണ്ണിനെ എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാനോ തൊടാനോ പോയിട്ട് ഒന്ന് സൂക്ഷിച്ചു നോക്കാൻ പോലും നിയമമില്ല. ഹലോ 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 സാറേ. ഉത്തമ, എങ്ങനെങ്കിലും സുലോചനയെ തടഞ്ഞേ പറ്റൂ. ഒരു വഴി പറഞ്ഞതാ. സാറെ, തടയാനൊന്നും എളുപ്പമല്ല. സുലോചനയുടെ സ്വഭാവം അറിയാല്ല. വായി തോന്നിയത് അവള് വിളിച്ചു പറഞ്ഞു കളയും. അയ്യോ. തൽക്കാലം സാർ അവിടെ നിന്ന് മാറിയിക്കാൻ നോക്ക്. എവിടെ? വക്കീലിന്റെ മുമ്പിൽ വെച്ച് സാറിന് സുലോചനയുടെ കൈ കിട്ടിക്കഴിഞ്ഞ പ്രശ്നമാവേ. ഞാനിവിടെ ഇല്ലെങ്കിലും പ്രശ്നമാവൂലേ? കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞ് മാപ്പ് പറഞ്ഞാലോ? ഈ പ്രശ്നം മാപ്പ് കുറച്ചില്ലൊന്നും തീരില്ല സാറേ. തീരൂലേ? തൽക്കാലം സാറ് സ്ഥലം വിട്. എവിടെ? എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് ആലോചിച്ച് ചെയ്യാം. ഈശ്വര, അങ്ങനെ ഇപ്പൊ ഓടിപ്പോണ്ട കാര്യമില്ലല്ലോ. ഇതെവിടെ പോന്നു? ഞാൻ ആഫീസിൽ പോകുന്നു. 9 പോലും ആയില്ലല്ലോ. അന്ന് പിന്നെ ഇങ്ങോട്ട് പോവാ? എനിക്ക് കുറച്ച് നേരത്തെ കുളിക്കാൻ പോകണം, ആഫീസിൽ പോകണം. അതിപ്പോഴാണ് മോനോട് പറയുന്നത്? ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് വിശപ്പില്ല. ഇന്ന് രാവിലെ ഒന്നും വേണ്ട.
ഞാൻ ഉച്ച കഴിച്ചോളാം. ഛീ, ഉച്ചയ്ക്ക് എങ്ങനെ കഴിക്കും? ഞാൻ ചോറെടുത്തില്ല. അത് വേണ്ടി ഊറ്റാണോ? നീ ചോറെടുത്തെങ്കിൽ ഞാൻ അതുകൊണ്ടങ്ങ് പോയനെ. ഇവ ചോറെടുക്കുന്നവരെ നോക്കിക്കാരൊന്നും പറ്റൂല. എന്റെ ചായ കിടന്ന് കഴിച്ചോളാം. ഇതെന്തൊക്കെയാ മോനോട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്? ഓരോ നേരത്ത് ഓരോ തോന്നലാണ്. ആദ്യം പറഞ്ഞു മോഹനേട്ടന്റെ കാര്യങ്ങളൊന്നും ഞാൻ കൃത്യമായിട്ട് നോക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോ ഇതാ പറയുന്നു കൃത്യസമയത്ത് ഭക്ഷണം കിട്ടുന്നില്ലെന്ന്. ഇപ്പൊ ഇതാ പറയുന്ന ഭക്ഷണം വേണ്ടാന്ന്. എന്താണ് ഇമാതിരിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്കിപ്പോ സമയമില്ല. ഞാൻ ഇറങ്ങി. അല്ല ഈശ്വരോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാൽ അത് ചാടിക്കേറി വിശ്വസിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ട്. അത് ഇപ്പൊ തന്നെ അങ്ങ് മാറ്റിയേക്കണം. എല്ലാവരും പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല. അതുകൊണ്ട് അവർ പറയുന്നത് വിശ്വസിക്കരുത്. ഹലോ, അതെ. അയ്യോ, മോഹനേട്ടൻ ഇറങ്ങിയല്ലോ. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. എന്തോ അത്യാവശ്യം ഉണ്ടെന്നാ പറഞ്ഞത്. ഇല്ലില്ല, അത് പറഞ്ഞില്ല. എന്തായാലും ഒരു കൃത്യം 10 മണിയാകുമ്പോഴേക്കും മോഹനേട്ടൻ ഓഫീസിലുണ്ടാവും. ഓഫീസിൽ നമ്പർ അറിയാലോ? ആ നമ്പറിൽ വിളിച്ചാൽ മതി. ശരി. എന്ത് പറഞ്ഞ് രക്ഷപ്പെടുക? ഇന്നലെ പവിത്രന്റെ സ്ഥലം വളക്കാൻ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എനിക്ക്. അയ്യോ ഈശ്വര. വക്കീലിന് എന്നെ മനസ്സിലായോ? ഞാൻ സുലോചന. എനിക്ക് മനസ്സിലായി. ചന്ദ്രന്റെ ഭാര്യയില്ലേ? നമ്മൾ ഒരിക്കൽ പരിചയപ്പെടുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ. അന്ന് വക്കീലിനോട് പറഞ്ഞൊരു വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വക്കീലിനെയും ഇവിടുത്തെ മോഹനകൃഷ്ണ സാറിനെയും എല്ലാവരും കണ്ടുപിടിക്കണം. ഈ ജന്മത്ത് അത് നടക്കില്ല വക്കീലെ. അയ്യോ, ഇപ്പൊ എന്താണ് പ്രശ്നം? സുലോചന ചേച്ചി അത് പറയൂ. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി വക്കീലെ. അപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നാലോന്ന് ഞാൻ കരുതിയതാ. പിന്നെ വിചാരിച്ചു വൈകിട്ട് അങ്ങനെ വരുന്നത് ശരിയല്ലല്ലോ, രാവിലെ ആവട്ടെ എന്ന്. ഇന്നലെ എന്താ ഉണ്ടായെന്ന് പറയൂ. വക്കീലിനെ അറിയാവോ? ഞങ്ങളുടെ വീടിന്റെ കിഴക്ക് വശത്തുള്ള പുരയിടം, നമ്മുടെ ശങ്കരൻകുടി ചേട്ടന്റെ സ്ഥലം അത്. അതിനകത്തൊരു കുളമുണ്ട്. എത്ര വേനലിലാണെങ്കിലും അതിൽ വെള്ളം ഉണ്ടാവും. ആ ഭാഗത്താണെങ്കിൽ വേറെ ആരും വരാനുമില്ല. അതുകൊണ്ട് ഞാൻ എന്നും അവിടെ പോയാ കുളിക്കുന്നേ. ചന്ദ്രേട്ടന് അത് ഇഷ്ടമല്ല. കുളത്തിൽ കുളിക്കാൻ പോയാ ഏതെങ്കിലും വായി നോക്കിയാൽ വന്ന് ഒളിഞ്ഞു നോക്കുന്നത് ചന്ദ്രേട്ടൻ എപ്പോഴും പറയും. സുലോചന ചേച്ചി കരയാത്ത കാര്യം പറയൂ. ഇന്നലെ എന്റെ കഷ്ടകാലത്തിന് ചന്ദ്രേട്ടൻ നേരത്തെ വന്നു. വന്ന് കയറിയ നേരത്തെ ഞാൻ കുളിച്ചിട്ട് വരുന്നത്. കുളത്തിൽ കുളിക്കാൻ പോകരുതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലേ എന്നും പറഞ്ഞ് എന്നെ ഒരുപാട് തല്ലി. തല്ലെന്ന് പറഞ്ഞ എന്തൊരു തല്ലായിരുന്നു. ഒടുവിൽ അപ്പുറത്ത് വിലാശ്രീ ചേച്ചി ഓടി വന്നതുകൊണ്ട് എന്നെ കൊല്ലാതെ വിട്ടത്. എനിക്കിനി അയാളുടെ കൂടെ താമസിക്കാൻ വയ്യ. എനിക്ക് ഡൈവോഴ്സ് കിട്ടണം. അന്ന് പറഞ്ഞതുപോലെ ഇത് ഒത്തുതീർപ്പാക്കാനൊന്നും വക്കീല് നോക്കണ്ട. ഞാൻ ഒത്തുതീർപ്പിന് തയ്യാറുമല്ല. വക്കീലിനെ മോഹനകൃഷ്ണ സാറിനെയൊക്കെ കണ്ടുപിടിക്കാൻ പറയാൻ എളുപ്പമാ. പക്ഷെ സാറൊരു മാന്യനല്ലേ, നല്ല സ്നേഹം ഉണ്ടാവും. അത് വക്കീലിന്റെ ഭാഗ്യമാ. ചന്ദ്രേട്ടൻ അങ്ങനെയല്ല. അയാളൊരു ഭൂലോക ചട്ടാമ്പിയ. അയാളുടെ കൂടെയുള്ള ജീവിതം എനിക്ക്
മതിയായി. എന്തായാലും അതെ, സുലോൻ ചേച്ചി കരയല്ലേ? ഒരു 10:30 ആകുമ്പോഴേക്കും വക്കീൽ ഓഫീസിലേക്ക് വാ. ബാക്കി നമുക്ക് അവിടെ വെച്ച് ആലോചിക്കാം. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. സുലോൻ ചേച്ചി ചെല്ല്. എവിടെ കൊണ്ടാ വെച്ചിരിക്കുന്നതാണ്? ഓ, സമ്പൂർണ്ണ ആയുർവേദ വിജ്ഞാന ഗ്രന്ഥം. ഇതെന്താണ്? ആഫീസ് പോയില്ലേ? ഇതെന്ത് പറ്റിയെന്ന് പറ. ഓട്ട് അത്യാവശ്യം പറഞ്ഞ് ഇവിടുന്ന് പറഞ്ഞു ഓടിട്ട് ഞാനൊന്നും കഴിച്ചില്ലല്ലോ. മോഹനുണ്ടല്ലേ പറഞ്ഞത് രാവിലെ വിശക്കുന്നില്ല, ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചോളാന്ന്. അങ്ങനെ പറഞ്ഞു നല്ല നേരാ. പക്ഷെ ഉച്ചയ്ക്കുള്ള ചോറ് നീ തന്നില്ലല്ലോ. മോഹനേട്ടനല്ലേ പറഞ്ഞത് വിജയന്റെ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാന്ന്? ഞാൻ അങ്ങനെയൊക്കെ അന്നേരം പറഞ്ഞാണ്. ചിലപ്പോ വിജയന് ഹോട്ടൽ തുറന്നില്ലെങ്കിലോ ഞാൻ പട്ടിണിയായി പോവില്ലേ? അതിനൊക്കെ നല്ലത് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഉച്ചക്കുള്ള ചോറ് കൊണ്ട് പോകുന്നില്ലല്ലോ. മോനട്ടാ, എന്റെ ഒരു ചെറിയ സംശയം കൊണ്ട് ഞാൻ ചോദിക്കുന്നതാണേ. മോഹനേട്ടന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോ? എനിക്കെന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. പക്ഷെ ഇനി സ്ഥലം പോകുമ്പോ നേരെയുള്ള വഴിയേ പോളൂ. ഉറുക്കോയിലൂടെ പോയാൽ പല പ്രശ്നങ്ങളുണ്ടാവും. ഉണ്ടാ കണ്ടുപിട്ട് നോക്കണ്ട. എനിക്ക് നല്ല വിശക്കുന്നു. ഇല്ലാത്തത് സങ്കല്പിച്ച് കാര്യങ്ങൾ വഷളാക്കുന്ന ശീലം വില്ലേജ് ഓഫീസർക്ക് പണ്ടേ ഉള്ളതാണ്. ഭാര്യയുടെ മുമ്പിൽ നാണം കെടുവെന്ന് പേടിച്ച് ഈ പാവം കാണിച്ചു കൂട്ടിയതൊക്കെ ആരും അറിയാതിരിക്കട്ടെ. ഇത്തരം അബദ്ധങ്ങൾ ഇനിയും ഈ മഹാന് പറ്റാതിരിക്കട്ടെ എന്ന് ആശംസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യനിസാരം തുടരുന്നു.